ഹായ്. നമ്മളിന്ന് സംസാരിക്കുന്നത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെയിറ്റിനെ കുറിച്ചാണ്. അതായത് ഐസോലേഷൻ എന്ന് പറഞ്ഞൊരു ട്രെയിറ്റ് ആണ്. അതായത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഐദർ പാരൻസ് ആണെങ്കിൽ മക്കളെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരാളാണെങ്കിൽ മറ്റേ പാർട്ട്ണറിനെ ഇവർ വളരെയധികം ഐസോലേറ്റ് ചെയ്ത് കളയും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിൽ രണ്ട് വ്യക്തികളുണ്ടാവും. നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളും അതുപോലെ ഇത് അനുഭവിക്കുന്ന ആളും ഉണ്ടാവും. അപ്പോൾ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ, വെർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഷൗട്ടിങ്, പ്രൊവോക്കിങ്, ആങ്കർ, മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിങ് എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീയും പുകയും കൊണ്ട് എരിഞ്ഞ് സഹിക്കുന്ന അവസ്ഥയായിരിക്കും മറ്റേ പാർട്ട്ണറിന് ഉണ്ടാവുക. പക്ഷേ ഒരിക്കലും നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനോ സമാധാനമോ കൊണ്ടുവരാൻ ഒരിക്കലും ശ്രമിക്കില്ല. അവരുടെ പാർട്ട്ണർ സംസാരിച്ച് ഈ ഒരു എരിഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കിടത്താൻ ശ്രമിച്ചാൽ അതിന് സമ്മതിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിൽ ഇവർ രണ്ടുപേരുമുള്ള ഒരു റിലേഷൻഷിപ്പ് സർക്കിൾ വളരെയധികം തീയും പുകയും കൊണ്ട് എരിഞ്ഞെരിഞ്ഞ് നീറിപ്പോകുമ്പോഴും പുറത്ത് നിന്ന് ഒരാളെ ഈ സർക്കിളിനുള്ളിലേക്ക് വരാനും സംസാരിച്ച് സമാധാനം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഇവരെ അനുവദിക്കില്ല. ഇവർ പലതരത്തിലുള്ള മാനിപ്പുലേറ്റിങ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന് അനുവദിക്കാതെ ആ ഒരു പ്രശ്നങ്ങൾ തീയും പുകയുള്ള അവസ്ഥയിൽ തന്നെ തുടരാനും അനുഭവിക്കുന്ന ആൾ, ആ ഒരു നാർസിസിസ്റ്റ് അബ്യൂസ് അനുഭവിക്കുന്ന ആൾ കൂടുതൽ അത് അനുഭവിക്കാനും ആ പ്രശ്നത്തിൽ തന്നെ ആയിരുന്ന കൂടുതൽ സഫർ ചെയ്യാനും വേണ്ടി ഇവർ പരിശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് ഐസോലേറ്റിംഗ് എന്നുള്ളത്. അതായത് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, സോഷ്യൽ ഓർഗനൈസേഷൻ ഇതേപോലെയുള്ള ഇടങ്ങളിൽ നിന്നൊന്നും ആരെയും ഈ ഒരു സർക്കിളിനുള്ളിലേക്ക് വരാനും ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും കാര്യങ്ങൾ സംസാരിച്ച് സമാധാനത്തിലെത്തിക്കാനും വേണ്ടി ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അനുവദിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമാണ് പലതരത്തിലുള്ള മാനിപ്പുലേഷനും പലതരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് ആരെയും ഈ ഒരു നാർസിസിസ്റ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്ക്, ഈ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ ഇരിക്കുക എന്നുള്ളത്.